മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്ന ഒരു പ്രചാരണം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ സജീവമായി സംഘപരിവാർ ഉന്നയിച്ചൊരു ആരോപണമാണ്. അതിന് പ്രധാനമായിട്ടും അവർ പറഞ്ഞത് മദ്രസ അധ്യാപകർക്ക് ഗ്രാന്റ് അനുവദിക്കുന്നു, മദ്രസ അധ്യാപകർക്ക് ആയിരങ്ങൾ ശമ്പളം നൽകുന്നു, അതും സർക്കാർ പൊതു ഫണ്ടിൽ നിന്ന് എന്ന ഒരു ആരോപണമായിരുന്നു. അന്ന് ഈ ആരോപണം വന്ന സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമൊക്കെ മൗനം പാലിക്കുക കൂടി ചെയ്തു. അതിന് കാരണം ആ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കൂടി തങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ലഭിക്കട്ടെ എന്നാണ്. ഫലത്തിൽ പക്ഷേ ഒന്നും ഉണ്ടായില്ല. മദ്രസ അധ്യാപകർക്ക് സാധാരണഗതിയിൽ ഓരോ മഹല്ല് കമ്മിറ്റിയും ഓരോ മഹല്ല് ജമാഅത്ത് കമ്മിറ്റികളും അവർ കണ്ടെത്തുന്ന വരുമാനത്തിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം നൽകിക്കൊണ്ടാണ് ഓരോ കമ്മിറ്റികളും മദ്രസ അധ്യാപകർക്ക് മാസാന്ത ശമ്പളങ്ങൾ പോലും നൽകി വന്നിരുന്നത്. ഇന്നിതാ മുസ്ലിം ന്യൂനപക്ഷ പുരോഗതിക്കായി രൂപീകരിച്ച മദ്രസ അധ്യാപക ക്ഷേമനിധിയിലേക്കുള്ള സർക്കാർ ഗ്രാന്റ് പോലും മുടങ്ങിക്കിടക്കുകയാണ് എന്ന വാർത്ത പുറത്തോട്ട് വരികയാണ്. അത് മുടങ്ങിയിട്ട് എത്ര വർഷമായി എന്ന് കേൾക്കുമ്പോഴാണ് ആ ആരോപണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മൗനം പാലിച്ച സംസ്ഥാന സർക്കാർ അതിൻ്റെ ഉത്തരം പറയേണ്ടി വരുന്നത്. അത് മുടങ്ങിയിട്ട് 9 വർഷമായിരിക്കുന്നു. മറ്റു വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി യഥേഷ്ടം ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ തന്നെയാണ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടി രൂപീകരിച്ച ക്ഷേമനിധിയിലേക്ക് ഫണ്ട് അനുവദിക്കാതെ സംസ്ഥാന സർക്കാർ ഇപ്പോഴും അത്തരത്തിലുള്ള നിലപാടിൽ തുടരുന്നത്. ഇത് പ്രതിഷേധാർഹമാണ്. പരിവർത്തന ക്രൈസ്തവർക്ക് ഈ വർഷവും 10 കോടി രൂപ മാറ്റിവെച്ചപ്പോഴാണ് സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ് എന്ന് നോക്കണം. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം രൂപീകരിച്ച പാലോളി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മദ്രസാധ്യാപകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുന്നത്. കാലാകാലങ്ങളിൽ ഇവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾക്ക് ആവശ്യമായ തുക ഓരോ വർഷവും ബജറ്റിൽ നീക്കിവെക്കുമെന്നും 2012 ഉത്തരവിൽ സർക്കാർ പറഞ്ഞിരുന്നു. പ്രതിവർഷം 8 കോടിയോളം രൂപ ആനുകൂല്യ വിതരണത്തിന് ആവശ്യമായി വരുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് സർക്കാർ അനർഹമായി ഫണ്ട് നൽകുന്നു എന്ന ആക്ഷേപം ഉയരുമ്പോഴും ന്യൂനപക്ഷ സംരക്ഷണം മുഖ്യ അജണ്ടയാക്കിയ LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 1 രൂപ പോലും ഗ്രാന്റ് നൽകിയിട്ടില്ല എന്നതാണ് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ മേലുള്ള വാസ്തവം. 2015-16 കാലഘട്ടത്തിലാണ് അവസാനമായി ക്ഷേമനിധിയിലേക്ക് സർക്കാർ ഗ്രാന്റ് നൽകിയത്. 3.75 കോടി രൂപയായിരുന്നു ഗ്രാന്റായി അന്ന് അനുവദിച്ചത്. മദ്രസ അധ്യാപകരും മാനേജ്മെന്റ് കമ്മിറ്റിയും മാസത്തിൽ ക്ഷേമനിധിയിലേക്ക് നൽകുന്ന വിഹിതം പലിശരഹിത അക്കൗണ്ടിൽ ട്രഷറിയിൽ നിക്ഷേപിക്കണം. ഇതിന് ഇൻസെന്റീവായി 4 കോടി രൂപ 2022 ക്ഷേമനിധിയിലേക്ക് അടച്ചിട്ടുമുണ്ട്. ഈ വർഷവും ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടില്ല. അധ്യാപകർ അടക്കുന്ന വിഹിതത്തിൽ നിന്നാണ് ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം. ക്ഷേമനിധിയിൽ അംഗമായി മിനിമം 5 വർഷമെങ്കിലും വിഹിതം അടച്ചവർക്ക് 1500 രൂപയാണ് പ്രതിമാസ പെൻഷനായി നൽകുന്നത്. ചേർന്ന കാലാവധിക്ക് ആനുപാതികമായി 7500 രൂപ വരെ പെൻഷനും നൽകുന്നുണ്ട്. ക്ഷേമനിധി പെൻഷന്റെ കൂടെ കഴിഞ്ഞ വർഷം വരെ ഇവർക്ക് ഒരു സാമൂഹിക പെൻഷനും കൂടി നൽകിയിരുന്നു. സർക്കാർ ക്ഷേമനിധിയിലേക്ക് ഗ്രാന്റ് നൽകുന്നുണ്ടെന്ന് പറഞ്ഞു നൽകിയിരുന്ന സാമൂഹിക ക്ഷേമ പെൻഷനും സർക്കാർ നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും സർക്കാർ അവരുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആവശ്യങ്ങൾക്കോ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ സംഘപരിവാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മേൽ മറുപടി പറയാൻ വൈകി എന്നതാണ് കാലം കണ്ട കേരളം കണ്ട വാസ്തവം. Waytonikah.com, the exclusive Muslim matrimonial site.